മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആര്യവേപ്പ് എന്ന അത്ഭുത സസ്യത്തെപ്പറ്റിയാണ്. ഭാരതത്തിലുടനീളം കണ്ടുവരുന്ന അതിവിശിഷ്ടമായ ഒരു വൃക്ഷമാണ് ആര്യവേപ്പ്. ഒരു ആര്യവേപ്പ് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ ഒരു ഔഷധശാലയ്ക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ശ്രേഷ്ഠനായ ഒരു വൃക്ഷമാണ് ആര്യവേപ്പ്. നേത്രരോഗങ്ങൾ മാറ്റാനും രക്തസ്രാവം നിർത്താനും വന്ധ്യതയ്ക്കും ഗർഭാശയ രോഗങ്ങൾക്കും അജീർണം, അതുപോലെ രക്തക്കുറവ്, പ്രമേഹം, കുഷ്ഠരോഗം, ആസ്മ, സന്ധിവാതം, അൾസർ, ത്വക്ക് രോഗങ്ങൾ, പനി, ജലദോഷം, ചുമ തുടങ്ങി ക്യാൻസർ വരെ മാറ്റാൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത മരുന്നാണ് ആര്യവേപ്പ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വൃക്ഷം കൂടിയാണ് ആര്യവേപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ പഴക്കത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ 5000 വർഷത്തിലധികം പഴക്കമുള്ള, അല്ലെങ്കിൽ 5000 വർഷത്തിലധികമായി അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് ആര്യവേപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആര്യവേപ്പിൻ്റെ വിത്തിൽ നിന്നാണ് പ്രധാനമായും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ വേരിൽ നിന്നും പുതിയ തൈകൾ കിളുത്തു വരാനുള്ളത് എന്നുള്ളതും സത്യം തന്നെയാണ്. ആര്യവേപ്പിൻ്റെ വിത്ത് ആട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന വേപ്പെണ്ണ വളരെ നല്ല ഒരു കീടനാശിനിയും അതുപോലെ തന്നെ ഒരു ഔഷധവും കൂടിയാണ്. വേപ്പെണ്ണ നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചാൽ കൊതുക് അതുപോലുള്ള മറ്റ് പ്രാണികൾ നമ്മുടെ ശരീരത്തിനോട് അടുക്കയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മിക്കവാറുമുള്ള വാതരോഗങ്ങളെ ശമിപ്പിക്കുവാൻ വേപ്പെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. വേപ്പെണ്ണയിൽ തിരി കത്തിച്ച് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലും രാവിലെയുമുള്ള കൊതുകുകളെ തുരത്താൻ അതുമൂലം സാധിക്കുന്നുണ്ട്. പിന്നെ വേപ്പിൻ്റെ കുരു ആട്ടുമ്പോൾ കിട്ടുന്ന ആ വേപ്പിൻ പിണ്ണാക്ക് സസ്യങ്ങളുടെ, പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾക്കുമൊക്കെ വിലപ്പെട്ട ഒരു വളം കൂടിയാണ്. മണ്ണിലുണ്ടാകുന്ന രോഗകീടബാധകളെ ഇല്ലാതാക്കുവാനും സസ്യങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും ഈ വേപ്പിൻ പിണ്ണാക്ക് കർഷകർ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പിന്നെ ഈ വേപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സമൂലം ഔഷധ യോഗ്യമാണ്. വേര്, വേപ്പിൻ്റെ തൊലി, വേപ്പിൻ്റെ ഇല, വേപ്പിൻ കുരു ആട്ടുമ്പോൾ കിട്ടുന്ന ആ പിണ്ണാക്ക്, വേപ്പെണ്ണ, ഇതെല്ലാം ഔഷധ യോഗ്യമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത തന്നെ ആണ്. ഈ വേപ്പ്, ആര്യവേപ്പ് എന്ന പേര് വരാനുണ്ടായ ഒരു സാഹചര്യത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആര്യന്മാരാണ് ഈ വേപ്പ് കേരളത്തിൽ വന്നത് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേപ്പിന് ആര്യവേപ്പ് എന്ന പേര് കിട്ടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആര്യന്മാരെന്ന് പറയുമ്പോൾ ബുദ്ധമതക്കാർ നമ്മുടെ ഇന്ത്യയിലാകമാനം ഉണ്ടായിരുന്നു. അവർ കേരളത്തിൽ വന്നപ്പോൾ ഈ ആര്യവേപ്പ്, അതുപോലെ നന്ദ്യാർവട്ടം മുതലായ ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വെച്ച് പിടിപ്പിച്ചത് ആര്യന്മാരാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ആര്യവേപ്പിലയുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മളെയൊക്കെ വളരെയധികം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു മാരക രോഗമായിരുന്നു വസൂരി. ഈ വസൂരി വരുന്ന ആ ആളിന് ആര്യവേപ്പിൻ്റെ ഇല ഒടിച്ച് അയാളുടെ ശരീരത്തിൽ തടവുകയും ഒപ്പം അയാൾ കിടക്കുന്ന കിടക്കയിൽ ഈ ആര്യവേപ്പിൻ്റെ ഇല നിരത്തിയിട്ടതിന് ശേഷം അതിൽ കിടത്തുകയും ചെയ്യുക. അതുമൂലം വസൂരിക്കൊക്കെ കുറവുണ്ടാവുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. കാരണം ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് നമ്മുടെ ശരീരത്തിന് പ്രത്യേകമായ ഒരു കുളിർമ നൽകാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. തൽഫലമായി ആ വസൂരി മൂലം ഉണ്ടാകുന്ന ആ രോഗത്തിൻ്റെ കാഠിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ ആര്യവേപ്പിന് അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മുടെ
നമ്മുടെ ലോകത്ത് നിലവിലുണ്ട്. ആര്യവേപ്പിൻ്റെ ഇലയിട്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ ഇലയുടെ സത്തെടുത്ത് ചില ക്രീമുകളുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ ഇല ഉണങ്ങിപ്പൊടിച്ചത് ഇപ്പോൾ പല കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യവേപ്പ് ഒരെണ്ണം നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തെ വായു ശുദ്ധീകരിക്കാനും വായുവിലൂടെ പകരുന്ന രോഗാണുക്കളെ നിർവീര്യമാക്കുവാനും ഈ ആര്യവേപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ വീര്യമേറിയ ആ ഔഷധ ഗുണത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുപോലെ തന്നെ രാവിലെ നമ്മുടെ കിഴക്കുനിന്ന് വിടുന്ന കാറ്റ് ഈ ആര്യവേപ്പിലയിൽ തട്ടുകയും ആര്യവേപ്പിലയിൽ നിന്നുള്ള ആ ഔഷധവീര്യമുള്ള ആ കാറ്റ് നമ്മുടെ വീടുകളിലൂടെയും ഒക്കെ നമ്മുടെ ജനലിലൂടെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്താൽ വീടിനകത്ത് ഒരു പോസിറ്റീവായ എനർജി ലഭ്യമാകും എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വേപ്പിൻ്റെ ഇല ഉപയോഗിച്ച് നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വേപ്പിലയുടെ നീര് അല്ലെങ്കിൽ വേപ്പില തന്നെ ചതച്ചിട്ട് പാകമാകുമ്പോൾ അത് എടുത്ത് അരിച്ച് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കൊതുക് ഉൾപ്പെടെയുള്ള ഒരു പ്രാണികളും നമ്മളെ കടിക്കുകയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമുക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതുമാണ്. പിന്നെ മറ്റൊന്ന്, ഈ വേപ്പ് പലതരത്തിലുള്ള വേപ്പുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് 3 വേപ്പിനാണ്. ഒന്ന് ഈ മലവേപ്പുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പുണ്ട്, പിന്നെ മറ്റൊന്ന് ആര്യവേപ്പാണ്. അപ്പോൾ കറിവേപ്പ് നമുക്കറിയാം വളരെയധികം ഔഷധ പ്രധാനമുള്ള ഒരു വേപ്പിനമാണ് ഈ കറിവേപ്പ്. പിന്നെ അതുതന്നെ ആര്യവേപ്പ്, പിന്നെ മലവേപ്പ് നമുക്ക് എല്ലായിടവും ഒന്നും കാണാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഈ ആര്യവേപ്പിൻ്റെ തൊലി എടുത്ത് തിളപ്പിച്ച് അതിൻ്റെ ഇളം ചൂടോടുകൂടി നമ്മുടെ കാല് മുക്കി വയ്ക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന വളങ്കടി എന്ന് പറയുന്ന ആ രോഗം, ആ വളങ്കടി പൂർണ്ണമായിട്ടും മാറി നല്ല ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആ വെള്ളം, അതായത് ഈ ആര്യവേപ്പിലയിട്ട് വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ത്വക്കിന് ഒരു രോഗങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ മറ്റൊന്ന്, ഈ ആര്യവേപ്പില അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും അതുപോലെ മുഖക്കുരു വന്ന പാടുകളും ഒക്കെ താനേ ഇല്ലാതായി നല്ല മുഖശോഭ ഉണ്ടാവും എന്നുള്ളതും സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ വേപ്പിൻ്റെ തടി വളരെ കാഠിന്യമേറിയ തടി ആയതുകൊണ്ട് ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് നമുക്ക് ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നു. ഗൃഹോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഇത് നല്ലതും അതുപോലെ വില കുറവുള്ളതുകൊണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. വേപ്പിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കട്ടിലിൽ അത് പലക അടിച്ച് ആ കട്ടിലിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അതിൽ കിടക്കുകയാണെങ്കിൽ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ വളരെയധികം ഔഷധ ഗുണയോഗ്യമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ വേപ്പ്. വളരെ പഴക്കമേറിയ, അതായത് വളരെ വർഷങ്ങളായി നിൽക്കുന്ന വേപ്പിൻ്റെ ചില അതിൻ്റെ ചില തടിയുടെ ഭാഗങ്ങൾ പൊട്ടി പുറത്തേക്ക് വരുന്ന പശ ഉണ്ട്. ഈ പശ വളരെയധികം ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ പഴക്കമേറിയ വേപ്പ്, ആ വേപ്പിൻ്റെ വളരെ കാലദൈർഘ്യം ചെന്ന വേപ്പിൻ്റെ ശിഖരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്ത്, അതായത് കമ്പുകാലുകളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കുന്നുണ്ടേ ആ മുറിവിലൂടെ ഒരു വെളുത്ത ദ്രാവകം വരാറുണ്ട്. ഈ ദ്രാവകത്തെ വേപ്പിൻ കള്ള് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വേപ്പിൻ കള്ള് പ്രമേഹത്തിന് നല്ല ഒരു സിദ്ധ ഔഷധമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇത്രയൊക്കെ ഔഷധ ഗുണമുണ്ടെങ്കിലും ഇത് നേരിട്ട് ഉള്ളിൽ കഴിക്കുമ്പോൾ വിദഗ്ധനായ വൈദ്യരുടെ നിർദ്ദേശപ്രകാരമോ അതല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിച്ച അറിവോ നമ്മൾ സ്വീകരിച്ചായിരിക്കണം. പകരം പുറമേ ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം.
കഴിയുന്നവർ ഒരു ആര്യവേപ്പ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലെ ഇത് ചെറിയ രീതിയിൽ നമുക്ക് ചട്ടിക്കകത്തും അതുപോലെ തന്നെ ഡ്രമ്മിലും ഒക്കെ ആര്യവേപ്പ് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. മറ്റ് ഏതൊരു വൃക്ഷത്തെക്കാളും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ചുറ്റുപാടുകൾക്കും നമ്മുടെ വീടിനുമൊക്കെ പോസിറ്റീവായ ഒരു എനർജി പ്രദാനം ചെയ്യുന്ന ഈ ആര്യവേപ്പ് തീർച്ചയായിട്ടും പ്രകൃതി നൽകിയ വരദാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് കൂട്ടുകാരിലെത്തിക്കാനും താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.